പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യപോലൊന്നും എന്നേക്കും തന്നെ ആമീൻ. ഇവിടെ നമുക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച അഭിയന്യ ജോസഫ് റമ്പാച്ചൻ, പരുമല സെമിനാരിയുടെ മാനേജരായിരിക്കുന്ന ബഹുമാനപ്പെട്ട MC കുര്യാക്കോസ് അച്ഛൻ, വന്യ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ വാത്സല്യമുള്ള ഏവരുമേ, എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. അവിചാരിതമായി ദൈവത്താൽ ഫലമേൽപ്പിക്കപ്പെട്ട ഒരു ശുശ്രൂഷയിലാണ് ഇന്ന് ഞാനായിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് ഇങ്ങനെ ഒരു നിയോഗം എനിക്ക് ലഭ്യമാകുന്നത്. ദൈവത്തെ പ്രത്യേകമായി സ്തുതിക്കുന്നു. ഈ സ്ഥലത്തിൻ്റെ വിശുദ്ധിയും പരിപാവനതയും, ഇവിടെ നിൽക്കുവാൻ പോലും യോഗ്യതയില്ല എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടെയാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. പരിശുദ്ധ പരുമല കൊച്ചു തിരുമേനിയുടെ കബറിടത്തിലേക്ക് വന്ന് ഓരോ ദിവസവും പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന അനേകമായിരം ആളുകളുടെ പ്രാർത്ഥനയുടെ ശബ്ദം നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ണിലാണ് ആയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ദൈവകൃപ തിരിച്ചറിയുവാനും നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനുമുള്ള നിമിഷങ്ങളായി ഇതിനെ കാണുകയാണ്. ഓരോ ധ്യാനവും നാം പങ്കുചേരുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുവാനും, നാം എവിടെ എത്തി നിൽക്കുന്നു, നാം ആരാണ്, നാം എന്തിനു വേണ്ടിയാണ് ഈ ലോകത്ത് ആയിരിക്കുന്നതെന്നുള്ള ബോധ്യം നമ്മിൽ പുതുക്കുവാനുമുള്ള നിമിഷങ്ങളായി ഓരോ ധ്യാനത്തെയും നമുക്ക് കാണുവാനായിട്ട് കഴിയണം. അഭിയന്യ ജോസഫ് റമ്പാച്ചൻ്റെ ആമുഖ വാക്കുകളിലൂടെ നാം ക്രിസ്തീയ ജീവിതത്തിൽ നേരിടുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള സന്ദേശമാണ് നമുക്ക് ലഭ്യമായത്. ഓരോ ദിവസവുമുള്ള ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ നമുക്ക് നടന്നു നീങ്ങേണ്ടതായിട്ട് വരും. എന്നാൽ അവിടെയൊക്കെയും ഞാൻ ആരാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമാക്കുന്നത്, നമ്മുടെ ജീവിതത്തെ നന്മയിലേക്ക് നയിക്കുന്നത്. ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നാം ചർച്ച ചെയ്യുന്നത് യേശുതമ്പുരാൻ്റെ മനുഷ്യാവതാര ശുശ്രൂഷയുടെ ആരംഭ നാളുകളിൽ അവിടുന്ന് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചതിന് ശേഷം നടന്നു പോകുന്ന വഴികളിലൂടെയൊക്കെയും പലരെയും തൻ്റെ ശിഷ്യ സമൂഹത്തിലേക്ക് വിളിച്ചു ചേർക്കുന്ന അനുഭവമാണ്. ഒരു ദിവസം നാം കാണുന്നു, അവിടുന്ന് നടന്നു പോകുമ്പോൾ 2 പേർ പടകിലിരുന്ന് മീൻ പിടിക്കുന്നു. അവരോട് പറയുക, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന അവസരത്തിൽ വേറെ 2 പേർ തങ്ങളുടെ പിതാവിനോടൊപ്പം പടകിലിരുന്ന് വല നന്നാക്കുക. അവരോടും പറയുക, എന്നെ അനുഗമിപ്പീൻ. അവർ പിതാവിനെയും പടകിനെയും വലയും എല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ കടന്നുകൂടുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, പീലിപ്പോസിനോട് യേശു തമ്പുരാൻ പറയുക, എന്നെ അനുഗമിപ്പീൻ. പീലിപ്പോസ് ആ ഒരു ആഹ്വാനം തൻ്റേതാക്കി മാത്രം സൂക്ഷിക്കുവാൻ ശ്രമിക്കാതെ തൻ്റെ പ്രിയ സഖിയായ നഥാനിയേലിനെ കൂടി ഈ ദിവ്യ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഒരു സമൂഹം മുഴുവൻ കാത്തിരുന്നവൻ ക്രിസ്തു, അവനാണ് എന്നെ വിളിച്ചതെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി പീലിപ്പോസ് നഥനയേലിനെ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. നസ്രയത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന് നഥനയേൽ ചോദിക്കുന്ന അനുഭവം നമുക്കറിയാം. അവിടെ യേശുവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ സർവവും മറന്ന് അവനെ പിൻപറ്റുന്ന അനുഭവമാണ് നഥാനിയേലിൻ്റെ ജീവിതത്തിലും ഉണ്ടാകുന്നത്. ഇങ്ങനെ ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ നാളുകളിൽ തൻ്റെ ശുശ്രൂഷ എന്തായിരിക്കണമെന്ന് ശിഷ്യന്മാരിലേക്ക് പകർന്നു കൊടുക്കുന്ന അനുഭവമാണ് തൻ്റെ ശിഷ്യന്മാരെയൊക്കെയും തന്നിലേക്ക് വിളിച്ചു ചേർക്കുന്ന ദിനങ്ങളിലൂടെ നാം കാണുന്നത്. നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിലായിരിക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ നാം എന്തിനു വേണ്ടി ഇവിടെ ആയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത, ആ ഒരു ബോധ്യം നമ്മെ എപ്പോഴും ഭരിക്കേണ്ടതാണ്. പരിശുദ്ധനായ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളാണ് ആധാരമായി എടുക്കുന്നത്. അവിടെ പത്രോസ്ലീഹ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വന്ന അനേകർ ആ വിശ്വാസത്തിൽ നിന്ന് മാറി നടക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടാകുകയാണ്. പരിശുദ്ധ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയെക്കുറിച്ച് നമുക്കറിയാം. അവർ ഓരോ സ്ഥലത്തും ചെന്ന് പ്രസംഗിക്കും. അനേകം ആളുകൾ പരിശുദ്ധ സഭയോട് ചേരും. അവർക്ക് അത് കഴിഞ്ഞ് അടുത്ത സ്ഥലങ്ങളിലേക്ക് വീണ്ടും മാറിപ്പോകും. സഭയോട് ചേരുന്നവർ ക്രിസ്തു വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നുള്ള ഇതും അവരെ വീണ്ടും കാണുവാനായിട്ട് വരുമ്പോൾ അവരിൽ പലരും
ആ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്ന അനുഭവം ഉണ്ടാകുക. ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്ന പലരും അതിൽ നിന്ന് മടങ്ങിപ്പോകുന്ന അനുഭവം പലപ്പോഴും കാണുകയും, അങ്ങനെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന പലരും മടങ്ങിപ്പോകുന്നു. വിശ്വാസ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ആ അവസരത്തിലാണ് പരിശുദ്ധനായ പത്രോസ്ലീഹ 1-2 ലേഖനം എഴുതുന്നത്, വിശ്വാസികളെ വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി. പത്രോസ്ലീഹ ഈ ലേഖനങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ക്രിസ്തീയ ജീവിതമെന്നും എന്തിനു വേണ്ടി നാം വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ലേഖനങ്ങൾ ഉടനീളം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ്. ഞാൻ ആധാരമാക്കിയെടുക്കുന്ന വാക്യം, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം, മുമ്പേ കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ എന്നാണ് ആ വാക്കുകളിലൂടെ നാം കാണുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ ഞാനും നിങ്ങളും ആരാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അവിടെ പൂർണ്ണമായി നമുക്ക് ലഭ്യമാകുക. വീണ്ടും 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളുവാൻ അധികം ശ്രദ്ധിച്ചുകൊള്ളുവീൻ. വളരെ പരിചിതമായ വാക്കുകളാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളുവാൻ അധികം ശ്രദ്ധിച്ചുകൊള്ളുവീൻ. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രത്യേകമായ വിളിയാണ്, നിയോഗമാണ്. ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ ഓർക്കും, പാരമ്പര്യമുള്ള ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായി തീർന്നു എന്ന് പലപ്പോഴും നമ്മൾ ഊറ്റം കൊള്ളാറുണ്ട്, നമ്മൾ അഭിമാനിക്കാറുണ്ട്. അത് വെറുതെയാണ്. ഒരു പരിധിവരെ നമ്മുടെ ഭൗതികമായ സാഹചര്യങ്ങൾ ക്രിസ്ത്യാനി എന്നുള്ള നാമത്തിന് നമ്മെ അർഹരാക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ കുടുംബ പാരമ്പര്യത്തിലൂടെ ഉള്ള ജനനമായിരിക്കാം. എന്നാൽ അതിനപ്പുറമായി എന്നെയും നിങ്ങളെയും ക്രിസ്തു വിശ്വാസികളായി നിലനിർത്തുന്നത് ക്രിസ്തു നമ്മുടെ അനുദിന ജീവിതത്തിൽ അനുനിമിഷം ഇടപെടുന്നത് കൊണ്ടുകൂടിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകേണ്ടത്. ക്രിസ്തു ശിഷ്യന്മാരെ തനിക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കുമ്പം അവരെ സംബന്ധിച്ച് പ്രത്യേകമായിട്ടൊന്നും അറിയില്ല. യേശുതമ്പുരാൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും അന്ത്രയോസിനെയും ഒക്കെ വിളിക്കുന്ന അവസരത്തിൽ എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നുള്ള വാക്ക് കേട്ട് അവൻ്റെ പിന്നാലെ പോവുകയാണ്. എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? ഒരു മനുഷ്യൻ നടന്നു പോകുന്ന വഴിയിൽ ഇങ്ങനെ കുറേ പേരെയൊക്കെ വിളിച്ചു ചേർത്ത് തന്നോടൊപ്പം കൂടെ നിർത്തുന്നു എന്നുള്ളതിനപ്പുറമായി തങ്ങളുടെ ജീവിതം എന്തായിത്തീരുമെന്നുള്ള ഒരു ചിന്തയൊന്നും ശിഷ്യന്മാരെ ഭരിച്ചില്ല. അവർ അവൻ്റെ പിന്നാലെ കൂടുകയാണ്. യേശുതമ്പുരാൻ ഇത് തന്നെയാണ് തന്നെ പിൻപറ്റുന്നവരെ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ആഗ്രഹിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ് യേശുതമ്പുരാൻ പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ ഞാനും നിങ്ങളും അവനെ അനുഗമിക്കുന്നവരാണെങ്കിൽ ഒരു ത്യാഗത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മെ തന്നെ മറന്ന് അവൻ്റെ പിന്നാലെ പുറപ്പെടുവാൻ തക്കവണ്ണം നിയോഗിതരാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തു ശിഷ്യന്മാരുടെ വിളിയിലും അവരുടെ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഞാനും നിങ്ങളും കാണുന്നത്. ശിഷ്യന്മാരായി എന്നെയും നിങ്ങളെയും ഇവിടെ യേശുതമ്പുരാൻ നിയോഗിച്ചിരിക്കുക. പരിശുദ്ധ സഭയുടെ മക്കളെന്നുള്ള നിലയിൽ പരിശുദ്ധ മാമോദീസായുടെ അനുഭവത്തിലൂടെ, വിശുദ്ധ കൗദാശിയ അനുഭവത്തിലൂടെ ജീവിക്കുന്ന എന്നെയും നിങ്ങളെയും ക്രിസ്തു ശിഷ്യന്മാരായി അവിടുന്ന് വിളിച്ചിരിക്കുകയാണ്, നിയോഗിച്ചിരിക്കുക. എന്താണ് ഈ നിയോഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ വിളിയുടെ ലക്ഷ്യം? ഗുരുവിനെ പോലെ ആയിത്തീരുക, ഗുരുവിനെ പിൻപറ്റുക, ഗുരുവിനെ കുറിച്ച് ലോകത്ത് വെളിപ്പെടുത്തുക. ഇതായിരുന്നു ക്രിസ്തു ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വം. നമുക്കറിയാം, യേശുതമ്പുരാന്റെ ശിഷ്യന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയി തങ്ങളുടെ ഗുരുവിനെ കുറിച്ച് പ്രസംഗിച്ചതും പഠിപ്പിച്ചതും തങ്ങളുടെ ഗുരുവിനെ പോലെ ജീവിച്ചു കാണിച്ചതുമാണ് അനേകം ആളുകൾ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്തു ശിഷ്യരായി ഇവിടെ ആയിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വവും ഇത് തന്നെയാണ്. നമ്മുടെ ഗുരുവും നാഥനുമായ യേശുതമ്പുരാനെ കുറിച്ച് ലോകത്തോട് അറിയിക്കുവാനും ആ ഗുരുവിനെ ലോകത്ത് പ്രകാശിപ്പിക്കുവാനും ആ ഗുരുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുവാനുമുള്ള മഹത്തായ ഉത്തരവാദിത്തമാണ്
ക്രിസ്തീയ വിശ്വാസികളായ നമ്മളുടെ ജീവിതത്തിൽ ഉള്ളത് എന്നുള്ളത് നാം തിരിച്ചറിയണം. പരിശുദ്ധ സഭ എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. സഭ എന്താണ്, എന്താണെന്ന് ഒരു ചോദ്യം നമ്മോട് ചോദിച്ചാൽ നമുക്ക് പലതരത്തിലുള്ള ഉത്തരങ്ങളാണ് പറയാൻ കഴിയുന്നത്. ഞാൻ ഒരു സൺഡേ സ്കൂൾ ക്ലാസ് സന്ദർശിക്കുന്ന അവസരത്തിൽ സൺഡേ സ്കൂൾ കുട്ടികളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാനായിട്ടിടയാകുന്നു. അവരോട് ചോദിച്ചു, മക്കളെ, സഭയെന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞുങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം, ആ സഭയെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൊച്ചുമിടുക്കം പറഞ്ഞു, പള്ളികളുണ്ട്, പള്ളിയോട് ചേർന്ന് വലിയ കൊടിമരവും, അങ്ങനെ ഒത്തിരി. അവൻ്റെ കാഴ്ചപ്പാടിൽ സഭ എന്താണ് എന്നുള്ളത് അവൻ പറഞ്ഞു. അടുത്ത വേറൊരാൾ പറഞ്ഞത്, അച്ഛന്മാരുണ്ട്, തിരുമേനിമാരുണ്ട്, അങ്ങനെ അച്ഛന്മാരും തിരുമേനിമാരും ഒക്കെ കുർബാന ചൊല്ലുകയും ഒക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന സമൂഹമാണ്. ഇങ്ങനെ അവരവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു. കുഞ്ഞുങ്ങളാകുമ്പം അവർക്ക് പിടിച്ച് നിന്ന് പറയണ്ടല്ലോ, എന്തും പറയാമല്ലോ. അങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ ഒരു കൊച്ചുമിടുക്കൻ പറഞ്ഞു, അച്ഛന്മാരും തിരുമേനിമാരും ഒക്കെ വഴിയിലിറങ്ങി സമരം ചെയ്യുന്നതാണ് സഭയെന്ന്. നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തങ്ങളാണ്. ഞാനും നിങ്ങളും നമ്മുടെ ഭൗതികമായ കണ്ണുകൾ കൊണ്ട് കാണുന്ന തലങ്ങളിൽ മാത്രം സഭയെക്കുറിച്ച് ചിന്തിക്കുക. ഇന്നത്തെ നമ്മുടെ കാഴ്ചകളിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ അനുദിനം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ കുറേ സ്ഥാപനങ്ങളിലൂടെ അനേകം ആളുകൾക്ക് തൊഴിലും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ നൽകുന്ന ഒരു സംവിധാനമാണ് സഭയെന്നാണ് പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകൾ. അത് ഒരു പരിധിവരെ ഭൗതികമായി ശരിയായിരിക്കാം. എന്നാൽ അതിനപ്പുറമായി പരിശുദ്ധനായ പൗലോസ്ലീഹ സഭ എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഭയെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നത് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ശരീരമാണ് സഭയെന്നാണ്. വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളാണ് ക്രിസ്തു വിശ്വാസികളെന്ന്. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ ജീവിതത്തിലേക്ക്, അനുഭവത്തിലേക്കാണ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്തു ശിഷ്യന്മാരായ എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലായിരുന്നു കൊണ്ട് ക്രിസ്തുവിനെ കുറിച്ച് ലോകത്തോട് അറിയിക്കുക, ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുക, അവനിലേക്ക് അനേകം ആളുകളെ ആകർഷിക്കുക, അവനിലേക്ക് അനേകം ആളുകളെ സ്വീകരിക്കുക എന്നുള്ളതാണ് സഭയുടെ ഭാഗമായ വിവിധ അവയവങ്ങളായ നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ളതാണ് ക്രിസ്തു ശിഷ്യന്മാർ എന്നുള്ള നിലയിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി നിർവഹിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ളത്. ഞാനും നിങ്ങളും കടന്നു ചെല്ലുന്നിടമൊക്കെയും ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായി മാറണം. കാരണം ക്രിസ്തു ശരീരമായ സഭയുടെ അവയവങ്ങളാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് ഞാനും നിങ്ങളും കടന്നു ചെല്ലുന്നിടമൊക്കെ ക്രിസ്തു സാന്നിധ്യമായി മാറണം. നമ്മുടെ ദേവാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ക്രിസ്തു വസിക്കുന്നതായി അവിടെയുള്ള ചുറ്റുപാടുമുള്ളവർക്ക് തിരിച്ചറിയുവാൻ കഴിയണം. എന്തിന്? പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കബറിടത്തിലേക്ക് അനേകം ആളുകൾ എന്നും വന്ന് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം ഈ പുണ്യവാൻ ജീവനോടിരുന്നപ്പോഴും ഈ പിതാവിൻ്റെ കബറിടത്തിലേക്ക് അനേകം ആളുകൾ വന്ന് പ്രാർത്ഥിച്ചു. എന്താണിത്? പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സാന്നിധ്യം ഒരു ക്രിസ്തു സാന്നിധ്യമായി സമൂഹം, ലോകം തിരിച്ചറിയുക. അതുകൊണ്ട് അത് ഓർത്തഡോക്സുകാർ മാത്രമല്ല, നാനാജാതി മതസ്ഥരായ ആളുകൾ പരിമല തിരുമേനിയുടെ സാന്നിധ്യം ക്രിസ്തു സാന്നിധ്യമായി തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഈ കബറിടത്തിലേക്ക് എന്നും വന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ക്രിസ്തു വിശ്വാസികളായ എൻ്റെയും നിങ്ങളുടെയും സാന്നിധ്യം സമൂഹത്തിന് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായി തിരിച്ചറിയണം. ഞാനിവിടെ ഒരു കഥ വായിക്കുവാനായിട്ടിടയായി. ഒരിക്കൽ ഒരു വൈദികൻ യൂറോപ്പിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന നാളുകളിൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ അതിരാവിലെ ദേവാലയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടവും മഞ്ഞു വീണ് കിടക്കുന്ന സ്ഥലങ്ങൾ. അങ്ങനെ മഞ്ഞു വീണ് കിടക്കുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ അദ്ദേഹം കാണുകയാണ് മഞ്ഞിൽപ്പെട്ട് ഒരു ബാലൻ മഞ്ഞിൽ അടിഞ്ഞു കിടക്കുന്നത്. പെട്ടെന്ന് അദ്ദേഹം തൻ്റെ വാഹനം നിർത്തി ഇറങ്ങിച്ചെന്ന് ഈ ബാലനെ മഞ്ഞിൽ നിന്ന് എടുത്ത് അവൻ്റെ ശരീരത്ത് പറ്റിപ്പിടിച്ച മഞ്ഞൊക്കെ തട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞ് തൻ്റെ വാഹനത്തിൽ കയറ്റിയിരുത്തി തൻ്റെ കോട്ടിനകത്തേക്ക് ചേർത്തിരുത്തി ഈ ബാലന് ചൂട് പകരുക. തൻ്റെ കൈകളോട് ബാലൻ്റെ കൈകളെ കൂട്ടിയുരസി ചൂട് പകരുക.
അങ്ങനെ കുറേ സമയം ചൂട് നൽകി കഴിഞ്ഞ ഉടനെ ഈ ബാലൻ കണ്ണു തുറന്നിട്ട് ഈ വൈദികന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, ഹു ആർ യു? പെട്ടെന്ന് ആ വൈദികൻ മറുപടി പറഞ്ഞു, ഐ ആം ഫാദർ ജൊർണാണ്ടസ്. ഈ ബാലൻ വീണ്ടും പറയുക, നോ നോ നോ, യു ആർ നോട്ട് ഫാദർ ജൊർണാണ്ടസ്, യു ആർ മദർ ജൊർണാണ്ടസ്. അവൻ സ്നേഹം നൽകുന്നത്, കരുതുന്നത് ഒരാളെ മാത്രമേ അവൻ അറിയുകയുള്ളൂ, അവൻ്റെ അമ്മ. അവൻ പെട്ടെന്ന് പറയുക, നീ ഫാദർ ജൊർണാണ്ടസ് അല്ല, നീ മദർ ജൊർണാണ്ടസ് ആണ്. അവൻ അവൻ്റെ അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും ഈ വൈദികന്റെ ആ ഒരു ചെറിയ ഇടപെടലുകളിലൂടെ തിരിച്ചറിയുക. ഞാനും നിങ്ങളും ക്രിസ്തു വിശ്വാസികൾ, ക്രിസ്തു ശിഷ്യന്മാർ എന്നുള്ള നിലയിൽ ഈ സമൂഹത്തിൽ ഇടപെടുമ്പോൾ, ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഈ സമൂഹത്തിലായിരിക്കുമ്പോൾ നമ്മുടെ സാന്നിധ്യം ഈ സമൂഹം തിരിച്ചറിയേണ്ടത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായി. എന്നെയും നിങ്ങളെയും കാണുന്നവർക്ക് മുഖത്തു നോക്കി ചോദിക്കാൻ കഴിയുമോ, നീ ക്രിസ്തുവാണോ എന്ന്? നമ്മുടെ സംസാരം ക്രിസ്തുവിൻ്റെതാണ്, നമ്മുടെ ഇടപെടലുകൾ ക്രിസ്തുവിൻ്റെതാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രിസ്തുവിൻ്റെതാണ്. ഇല്ല എങ്കിൽ ഒരിക്കലും നമ്മെ നോക്കി ആർക്കും ക്രിസ്തുവാണെന്ന് പറയുവാൻ കഴിയുകയില്ല. ക്രിസ്തു സാന്നിധ്യമായി നമ്മുടെ ദേവാലയങ്ങളായി തീരുകയുമില്ല. ദേവാലയങ്ങൾ ദൈവം വസിക്കുന്ന ആലയമാണ്. ദൈവം വസിക്കുന്ന ആലയത്തിൽ നിന്ന് പ്രകാശം സമൂഹം ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്ക് അനേകം ആളുകൾ കടന്നു വരുന്ന സ്ഥലമാണ്. പലപ്പോഴും നമ്മുടെ ദേവാലയങ്ങൾ അടഞ്ഞുകിടക്കുന്ന ആലയങ്ങളായി മാത്രം ഇന്നായിത്തീരുക. കാരണം നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ആരാധനയ്ക്ക് വേണ്ടി കൂടി വരുവാനുള്ള സ്ഥലം, പിന്നെ വർഷത്തിൽ കെങ്കേമമായി പണം പൊടിച്ച് പെരുന്നാളുകൾ നടത്തുവാനുള്ള സ്ഥലമായി ദേവാലയങ്ങൾ ഇന്ന് ചുരുക്കപ്പെട്ടിരിക്കുക. മനുഷ്യഹൃദയങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായി ദേവാലയവും അതിലെ നിവാസികളും ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ ക്രിസ്തുവിലേക്ക് അനേകം ആളുകൾ ആകർഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് കന്യമറിയാമും എലിസബത്തും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഒരു ഞായറാഴ്ച ദേവാലയത്തിൽ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന വേദഭാഗമാണ്. കന്യമറിയാമിന്റെ സാന്നിധ്യം എലിസബത്ത് തിരിച്ചറിയുമ്പോൾ എലിസബത്ത് പറയുക, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി? ഇത് പറഞ്ഞത് മാത്രമല്ല, രണ്ടുപേരും പിന്നീട് പറയുന്നത് തങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ കരുണയും കൃപയും തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചതിനെ കുറിച്ചാണ് കന്യകമറിയാമിനും എലിസബത്തിനും പറയുവാനുണ്ടായിരുന്നത്. അവരുടെ കൂടിക്കാഴ്ചയിൽ ക്രിസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച്, തങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിനെ കുറിച്ച് അവർക്ക് സംസാരിക്കുവാൻ കഴിഞ്ഞു. അതാണ് ആ രണ്ട് വനിതകളുടെ കൂടിവരവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാനും നിങ്ങളും ഇന്ന് അനേകം സ്ഥലങ്ങളിൽ ഒന്നിച്ചു കൂടാറുണ്ട്. കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഉള്ളപ്പോൾ ഒന്നിച്ചു കൂടാറുണ്ട്, വിവാഹ വാർഷികത്തിന് ഒന്നിച്ചു കൂടാറുണ്ട്, മറ്റു പലതിനും ഒന്നിച്ചു കൂടാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച കരുണയെക്കുറിച്ചും ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചും നമുക്ക് സംസാരിക്കുവാൻ കഴിയുമോ? ക്രിസ്തു ശിഷ്യരെന്നുള്ള നിലയിൽ എൻ്റെ ഗുരുവിനെ കുറിച്ച് എനിക്ക് ആ സമയത്ത് സംസാരിക്കുവാൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. മദർ തെരേസയുടെ ജീവിതത്തിൽ അമ്മയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അമ്മേ, ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സന്ദേശം നൽകുവാൻ കഴിയുമോ? ഒറ്റ വാക്കിൽ മദർ തെരേസ മറുപടി പറഞ്ഞു, ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തു യേശു എന്ന് മാത്രമാണ് അമ്മ നൽകിയ സന്ദേശം. വീണ്ടും പറഞ്ഞു, ഞങ്ങൾക്ക് കുറിച്ചു വയ്ക്കുവാനായിട്ട് എന്തെങ്കിലും ഒന്ന് പറയാമോ? അതിനോട് ചേർന്ന് 4-5 വരികൾ മദർ തെരേസ പറയുക, ദ വേ ടു ബി ടോൾഡ് ഈസ് ക്രൈസ്റ്റ്. നാം സംസാരിക്കപ്പെടേണ്ട വചനം ക്രിസ്തുവാണ്. നമുക്ക് പലതും പറയാനുണ്ട്, പക്ഷെ ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനില്ല. ഞാനും നിങ്ങളും ആകർഷിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ വചനത്താലാണ്. എന്നെയും നിങ്ങളെയും ഈ ദൈവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ വചനമാണ്. വചനം ജഡമായി അവതരിച്ച് യേശു തമ്പുരാനാണ് നമ്മിൽ വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ വചനമായ ക്രിസ്തുവിനെ കുറിച്ച് ലോകത്തോട് സംസാരിക്കുവാൻ, സമൂഹത്തോട് സംസാരിക്കുവാൻ, എന്തിനേറെ മക്കളോട് സംസാരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെയൊക്കെ കുടുംബ പശ്ചാത്തലങ്ങൾ പരിശോധിക്കപ്പെടുകയാണെങ്കിൽ മുതിർന്നവർക്ക് പറയാൻ കഴിയും,
നമ്മുടെ ഭവനങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങളോട് ദൈവവചനം പറഞ്ഞു കൊടുക്കുവാൻ അല്പസമയങ്ങൾ ലഭ്യമായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. പുതിയ തലമുറയ്ക്ക് കൈമോശം വന്നിരിക്കുന്ന അനുഭവമാണ്. ഇന്ന് പ്രാർത്ഥനകൾ കേവലം ചെറിയ ചടങ്ങുകളായി മാത്രം അവശേഷിക്കുക. എന്നാൽ നമ്മുടെ മാതാപിതാക്കന്മാർ, ഇവിടെ ആയിരിക്കുന്നത് കൂടുതലും മുതിർന്നവരാണ്, നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മോട് എങ്ങനെയാണ് സന്ധ്യാസമയങ്ങളിൽ ഇടപെട്ടിരുന്നത്? ഭവനത്തിലുള്ളവർ എല്ലാവരും ഒന്നിച്ചുകൂടി വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിരുന്ന അനുഭവം. അവിടെ മാതാപിതാക്കന്മാർക്ക് മക്കളോട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഉപദേശങ്ങളും ചില നിർദ്ദേശങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ നൽകുവാനുണ്ടായിരുന്നു. ഇന്ന് പുതിയ തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്റർനാഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള വിദ്യാഭ്യാസം നമ്മൾ നൽകി. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ വചനം നൽകുവാൻ ഞാനും നിങ്ങളും മറന്നുപോയി. പട്ടണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ചേർത്ത് പഠിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നുണ്ട്, അതിനുള്ള പണവുമുണ്ട്. എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടതിനെ ഓർത്ത് അവരോടൊന്ന് സംസാരിക്കുവാൻ, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുവാൻ, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് മനസ്സില്ല, സമയമില്ല. സമയം കിട്ടിയാൽ ആ സന്ധ്യാസമയങ്ങൾ നമ്മൾ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയും വിനിയോഗിക്കപ്പെടുന്ന അനുഭവവും നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേർന്ന് നിൽക്കുക. ഇതൊരു സമൂഹത്തിൻ്റെ വലിയ ധാർമ്മികമായ അധപ്പതനമാണെന്നുള്ളത് നാം തിരിച്ചറിയണം. യേശു തമ്പുരാൻ നമ്മെ ഈ ജീവിതത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് ഗുരുവായ നാഥനായ ക്രിസ്തുവിനെ കുറിച്ച് ഈ ലോകത്തോട് അറിയിക്കുവാനാണ്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളോട് ആ ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുതലും കരുണയും ഒക്കെ പങ്കുവെച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളൊരു പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാകണം. അന്ധകാരവും തിന്മയും പാപവും നിറഞ്ഞ ലോകത്ത് ഇതിന് സമരസപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയല്ല യേശു തമ്പുരാൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. മറിച്ച് അതിനോട് എതിർത്തു നിന്നുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ച് ലോകത്ത് പറയുവാനും പുതിയ തലമുറയെ അതിന് ശക്തിയുള്ളവരാക്കുവാനും വേണ്ടി ക്രിസ്തു ശിഷ്യന്മാരായി എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഗുരുവായ ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഈ ലോകത്തെ ഞാനും നിങ്ങളും. അന്ധകാരവും തിന്മയും നിറഞ്ഞ ലോകത്തു നിന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് പത്രോസ്ലിയ പറയുന്നത്? ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി എന്നാണ് പറയുന്നത്. യേശു തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെയും ഗുണങ്ങളെയും ഈ ലോകത്തോട് അറിയിച്ചുകൊണ്ട് അവൻ്റെ സാന്നിധ്യമായി ഇവിടെ ജീവിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് നാം എന്നുള്ളതാണ് നാം കണ്ടത്. വിശുദ്ധ കന്യകമറിയാമിൻ്റെയും എലിസബത്തിൻ്റെയും കൂടിക്കാഴ്ചയിൽ നാം അതാണ് കണ്ടത്. വിശുദ്ധ മദർ തെരേസയുടെ വാക്കുകളിലൂടെ നാം അതാണ് ശ്രദ്ധിക്കുന്നത്. വീണ്ടും നാം കാണുകയാണ്, ഞാനും നിങ്ങളും ആയിരിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ വഴികളിലൂടെയാണ്. ബഹുമാനപ്പെട്ട റമ്പാച്ചൻ്റെ വാക്കുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയുണ്ടായി, ഞാനും നിങ്ങളും ആയിരിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ വഴികളിലൂടെ. ക്രിസ്തു ശിഷ്യന്മാർ എന്നുള്ള നിലയിൽ ഞാനും നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പം അവൻ്റെ വഴികളിലൂടെ അവൻ്റെ പാദങ്ങളെ പിൻപറ്റി മുന്നോട്ട് പോകുവാൻ വേണ്ടി വിളിച്ചവരാണ്. എപ്പോഴാണ് നമ്മുടെ ക്രിസ്തു വിശ്വാസം ഉണരുന്നത്? ഇനിയും വലിയ നോമ്പ് വരും, അപ്പം ചെറുതായിട്ടൊന്ന് അനക്കം വെച്ചു തുടങ്ങും. കഷ്ടാനുവാഴ്ചയാകുമ്പോഴത്തേക്ക് നമ്മുടെ വിശ്വാസം അതിൻ്റെ കൊടുമുടിയിലെത്തുകയും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ വർഷത്തിലൊരു 8 നോമ്പിൻ്റെ സമയം, പിന്നെ ദേവാലയങ്ങളിൽ അവരവരുടെ ദേവാലയങ്ങളിൽ പെരുന്നാൾ സമയങ്ങളിലൊക്കെ നമ്മുടെ ക്രിസ്തു വിശ്വാസം ഉണരാറുണ്ട്. എന്നാൽ യേശുക്രിസ്തു എല്ലായ്പ്പോഴും നമ്മോട് കൂടെ ഉണ്ട്. നാം അവനിൽ വസിക്കേണ്ടവരാണ്, അവനിലൂടെ യാത്ര ചെയ്യേണ്ടവരാണ്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നാണ് യേശുവിനെ കുറിച്ച് വിളിക്കപ്പെടുമെന്നാണ് ഗബ്രിയേൽ മാലാഖ അറിയിക്കുന്നത്. ഞാനും നിങ്ങളും അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും അനുഭവിക്കുന്നവരാണ്. ക്രിസ്തു ശരീരവും രക്തവും അനുഭവിക്കുന്നവരായ ഞാനും നിങ്ങളും അവനിൽ വസിക്കുന്നവരാണ്. ആദ്യ സങ്കീർത്തനം നമ്മൾ എപ്പോഴും കാണാൻ പഠിക്കുന്നതാണ്, കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാവുകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഇത് നമ്മൾ നിരന്തരം ഉച്ചരിക്കുന്നതാണ്. നാം ഓർക്കുക, ദൈവത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത് തന്നെയാണ്, എന്നെ അനുഗമിപ്പീൻ,
എങ്ങോട്ടാണെന്നറിയില്ല. അവൻ്റെ പിന്നാലെ അവർ കൂടുകയാണ്. അവൻ നടന്നുപോയ വഴികളിലൂടെ അവർ നടക്കുകയാണ്. ഞാനും നിങ്ങളും നടന്നു പോകേണ്ടത് ക്രിസ്തുവിൻ്റെ വഴികളിലൂടെ. മദർ തെരേസ പറഞ്ഞ 5 വരികൾ എന്ന് ഞാൻ പറഞ്ഞതിൽ ഒരു വരി മാത്രമേ പറഞ്ഞുള്ളൂ. ദ വേ ടു ബി ടോൾഡ് ഈസ് ക്രൈസ്റ്റ്. സംസാരിക്കപ്പെടേണ്ട വചനം ക്രിസ്തുവാണ്. രണ്ടാമതായി പറയുകയാണ്, ദ വേ ടു ബി വോക്ക്ഡ് ഈസ് ക്രൈസ്റ്റ്. നാം സഞ്ചരിക്കേണ്ട പാത ക്രിസ്തുവാണ്. ക്രിസ്തുവിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നിയോഗിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അതാ യേശുദമ്പുരാൻ പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ക്രിസ്തുവിലൂടെ സഞ്ചരിക്കുന്നവൻ, അവൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവൻ തിന്മയിലേക്ക് വീണു പോകാതിരിപ്പാൻ തക്കവണ്ണം ദൈവം തന്നെ സൂക്ഷിച്ചുകൊള്ളും. അതാണ് 91-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്, അവൻ നിന്റെ വഴികളിൽ നിന്നെ സൂക്ഷിക്കുമെന്ന്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ നമ്മെ സൂക്ഷിച്ചുകൊള്ളും. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത് എവിടെയാണ്? ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് ഞാനും നിങ്ങളും മാറി നടക്കുമ്പോഴാണ്. പ്രശ്നങ്ങളായി എന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ വഴികളിലേക്ക് മടങ്ങി വരണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടാകുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് മാറിയാണ് എന്നുള്ള ഒരു ചിന്ത നമ്മെ ഭരിക്കുന്നത്. യേശുദമ്പുരാൻ ഓർമ്മപ്പെടുത്തുന്നതാ, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായ ഞാനും നിങ്ങളും അവൻ്റെ വഴികളിലൂടെ ഞാനും നിങ്ങളും നടക്കുവാൻ ആഗ്രഹിക്കുമ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം വഹിച്ചുകൊണ്ട് അവനെ പിൻപറ്റുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതവും ഇതുപോലെയുള്ള പുണ്യവാന്മാരുടെ ജീവിതവും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത് എന്താ? ഇന്നത്തേനേക്കാൾ വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധ പിതാവ് സഭയെ നയിച്ചത്. ആ പ്രതിസന്ധികളിലൊന്നും തളർന്നു പോയില്ല. കാരണം ദൈവത്തിൻ്റെ വഴികളിലൂടെയാണ് ഞാൻ നടക്കുന്നതെന്ന് പൂർണ്ണമായി ബോധ്യമുണ്ടായിരുന്നു. മുളന്തുരുത്തിയിൽ നിന്ന് പരിമലയുടെ മണ്ണിലേക്ക് മാറ്റപ്പെട്ട് ഇവിടെ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ വഴികളിലാണ് നടക്കുന്നതെന്നുള്ള ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് അനേകം ആളുകൾ പരിമല തിരുമേനിയുടെ പിന്നാലെ ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നു. ഞാനും നിങ്ങളും ഓർക്കുക, ഞാനും നിങ്ങൾ നടക്കേണ്ടുന്ന വഴി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വഴിയാണ്. അവൻ്റെ വഴികളിൽ നിന്ന് ഞാനും നിങ്ങളും മാറി നടക്കുമ്പോൾ നമ്മളെ പലരും തിരിച്ചറിയില്ല, നമ്മളെ ആരും ഗൗനിക്കുകയുമില്ല എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് നമ്മുടെ നടപ്പ് ദൈവത്തിൻ്റെ വഴികളിലൂടെ ആകണം, ക്രിസ്തുവിൻ്റെ വഴികളിലൂടെ ആകണം. അതിനുവേണ്ടി എന്നെയും നിങ്ങളെയും ഈ ലോക ജീവിതത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി നടക്കുന്ന മനുഷ്യൻ പാപത്തിനും മരണത്തിനും അടിപ്പെടുകയാണ്. ഏദൻ തോട്ടത്തിൽ നാം കാണുകയാണ്, ആദമും ഹവ്വയും ദൈവത്തോട് കൂടെ ആയിരിക്കാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ടവർ. ഏദൻ തോട്ടം സൂക്ഷിച്ച് കാത്ത് പരിപാലിച്ചുകൊണ്ട് ദൈവത്തോടു കൂടെ ആയിരിക്കാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആദമും ഹവ്വയും പിശാചിന്റെ പ്രേരണയാൽ ഒരു നിമിഷം ദൈവത്തെ മറന്ന് ജീവിക്കുവാനിടയായപ്പോൾ പാപത്തിന് അടിമപ്പെടുകയാണ്. പാപം മരണത്തിലേക്ക് വഴി നടത്തുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കാൽപെരുമാറ്റത്തിൽ നിന്ന് പലപ്പോഴും ഒളിച്ചിരിക്കുക. കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി നടന്ന് പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാൽപെരുമാറ്റത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ പലപ്പോഴും ഞാനും നിങ്ങളും ആഗ്രഹിക്കുക. ദൈവാലയത്തിൽ പോകുമ്പോൾ നാം ഓർക്കുക, നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടെ, നാം ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവം വസിക്കുന്നു എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടുകൂടെ, അവൻ്റെ വഴികളിലൂടെയാണ് ഞാനായിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ ഈ ജീവിതയാത്രയിൽ എനിക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുമെങ്കിൽ ജീവിതത്തിൽ പതർച്ചയും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ അവൻ തൻ്റെ ഉള്ളം കൈയിൽ നമ്മെ താങ്ങിക്കൊള്ളും എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഞാനും നിങ്ങളും ക്രിസ്തു ശിഷ്യർ എന്നുള്ള നിലയിൽ നേടിയെടുക്കേണ്ടത്. നമുക്കറിയാം, പത്രോസും കൂട്ടുശിഷ്യന്മാരുമൊക്കെ യേശുവിന് വേണ്ടി മരണപ്പെട്ടവരാണ്. അവർ ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചു, അവൻ്റെ വഴികളിലൂടെ നടന്നു. അവർക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടായി. എന്നാൽ ആ പ്രതിസന്ധികൾ തങ്ങളുടെ ഗുരുവിന് വേണ്ടി ഏറ്റെടുക്കുവാൻ തക്കവണ്ണം അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് പത്രോസ് ആഗ്രഹിക്കുന്നത്, എൻ്റെ ഗുരുവിൻ്റെ പാദങ്ങളെ ചുംബിച്ചുകൊണ്ട് തലകീഴായി ക്രൂശിക്കപ്പെടണമെന്ന് പത്രോസ് ആഗ്രഹിച്ചത് അതുകൊണ്ടാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ക്രിസ്തുവിൻ്റെ വഴികളിലൂടെ നടന്നപ്പോൾ പത്രോസിന് ബോധ്യമുണ്ടായിരുന്നു, യേശു എൻ്റെ കൂടെ ഉണ്ട്. ആ ഗുരുവിൻ്റെ പാദങ്ങളെ ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണം.
ആ ഒരു സന്ദർഭത്തിൽ പത്രോസിനെ ധൈര്യപ്പെടുത്തിയതാ. ഇന്നും ക്രിസ്തീയ വിശ്വാസികൾ ലോകത്തിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ പീഡകൾ അനുഭവിക്കുന്നു. എന്തുകൊണ്ട് ക്രിസ്തുമതം ഭാരത മണ്ണിൽ 100% വളരുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നാം ചിന്തിക്കുമ്പം നമുക്കിവിടെ ലഭ്യമായ അനുകൂല സാഹചര്യങ്ങളാണ്, പ്രശ്നങ്ങളും പ്രതിസന്ധികളുമില്ലാത്ത അനുകൂല സാഹചര്യങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരള മണ്ണിൽ ക്രിസ്തുമതം 100% വളരാൻ സാധ്യമാകാതെ പോയത്. ആദിമ ക്രൈസ്തവ സഭയുടെ അനുഭവം നാം ഒന്ന് കാണുക. അവിടെ ക്രൈസ്തവ സഭയിലേക്ക് അനേകം ആളുകൾ കടന്നു വരികയാണ്. അതുപോലെ തന്നെ പീഡ വളരെ ശക്തമായി കൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങൾ ക്രിസ്തുവിന് വേണ്ടി മരിക്കപ്പെടുന്ന അനുഭവം, അനേകം ആളുകൾ ക്രിസ്തുവിന് വേണ്ടി വധിക്കപ്പെടുന്ന അനുഭവം. ആ മരണമൊന്നും അവരുടെ ജീവിതത്തിൽ അവരെ തളർത്തിയില്ല. കാരണം അവർ നടക്കുന്നത് ക്രിസ്തുവിൻ്റെ വഴികളിലൂടെയാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. ആ സ്ഥാനത്ത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലാണ് ഇതുപോലെയുള്ള ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടാകുന്നതെങ്കിൽ ഞാനും നിങ്ങളും വിശ്വാസമൊക്കെ വിട്ട് മറ്റേതെങ്കിലുമൊക്കെ വഴികളിലൂടെ പോയേനെ. നമുക്കറിയാം, ഇന്നും ഗൾഫ് പ്രദേശങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി പീഡകൾ അനുഭവിക്കുന്ന അനേകം ആളുകൾ ഇറാഖിൻ്റെ പല സ്ഥലങ്ങളിലും, ഇറാഖിൻ്റെയും ഒക്കെ സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. സുറിയാനി ക്രിസ്ത്യാനികൾ അനേകം അവിടെ പലായനം ചെയ്യപ്പെടേണ്ട അനുഭവം ഉണ്ടാകുക. അവർ ഒരു നാട് വിട്ട് മറുനാട്ടിലേക്ക് പലായനം ചെയ്യേണ്ട അവസരത്തിലും അവർ തങ്ങളുടെ കൈകളിൽ വഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ വചനവും വഹിച്ചുകൊണ്ടാണ്. തങ്ങളുടെ പ്രാർത്ഥന പുസ്തകവും എടുത്തുകൊണ്ട് പോയ ഒരമ്മച്ചിയുടെ കഥ നിങ്ങൾ നവമാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ചു കാണും. ഒരു സ്ഥലത്ത് നിന്ന് പലായനം ചെയ്തു പോവുകയാണ്. അവർ വളരെ സൂക്ഷിച്ചിരുന്ന പ്രാർത്ഥന പുസ്തകം മാത്രമാണ് അവരുടെ കൈകളിലുള്ളത്. ക്രിസ്തുവിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ നമുക്ക് നഷ്ടങ്ങളുണ്ടാകും, കഷ്ടങ്ങളുണ്ടാകും, പ്രതികൂലതകളുണ്ടാകും. എന്നാൽ ഞാൻ നടക്കുന്നത് ക്രിസ്തുവിൻ്റെ വഴികളിലാണെന്നുള്ള പൂർണ്ണമായ ബോധ്യം ജീവിതത്തിലുള്ളപ്പോൾ കുരിശുമെടുത്തുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. നമുക്ക് മുമ്പേ പോയ യേശു നമ്മെ പഠിപ്പിക്കുന്നത് തന്നെയാണ്. ഓരോ ആരാധനയും ജീവിതത്തിൻ്റെ കഷ്ടതകളും കുരിശും പേറി ക്രിസ്തുവിനെ അനുഗമിക്കുന്ന അനുഭവമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പുരോഹിതൻ ഒരുങ്ങുന്ന അവസരത്തിൽ അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, പുതുക്കപ്പെട്ട ജീവന് വേണ്ടി ബലിയായി തീർന്ന മെശിഹാ തമ്പുരാനെ, നിനക്ക് അനുരൂപമായ നിന്റെ കാൽവറി യാഗത്തിന് അനുരൂപമായ ബലിയായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ യോഗ്യരാക്കണമേ. ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിന് അനുരൂപമായി തീരുകയാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിന് അനുരൂപമായി തീരുന്ന ഒരനുഭവം നമ്മുടെ വിശുദ്ധ കുർബാനയിലൂടെ ഉണ്ടാകുമ്പോഴാണ് അനേകം ആളുകൾ പരിശുദ്ധ സഭയാകുന്ന കുരിശിലേക്ക് അടുത്തു വരുന്നതെന്നുള്ളത് നാം തിരിച്ചറിയണം. നമ്മുടെ ബലി ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിന് അനുരൂപമായി തീരേണ്ടതാണ്. ഞാനും നിങ്ങളും വീണ്ടും ചൊല്ലുന്നുണ്ട്, വിശുദ്ധ കുർബാനയിൽ തന്നെ ചൊല്ലുന്നുണ്ട്, ഞങ്ങളെ തന്നെ നിനക്ക് സ്വീകാര്യ ബലിയായി സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന്. ഞാനും നിങ്ങൾ അപ്പവും വീഞ്ഞും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അതിനെ ബലിയായി സമർപ്പിക്കുന്നവരല്ല, മറിച്ച് നമ്മളെ തന്നെ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് ബലിയായി അർപ്പിക്കപ്പെടുക. ദൈവത്തിന് അർപ്പിക്കപ്പെടുന്ന ബലിയായി ഞാനും നിങ്ങളുമായി തീരുമ്പോൾ ഈ ബലിയർപ്പണത്തിലൂടെ ഞാനും നിങ്ങളും അനേകരുടെ സന്നിധിയിൽ ക്രിസ്തു സാന്നിധ്യമായി വെളിപ്പെടുമെന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. ഇവിടെ നമ്മൾ നടക്കുന്ന വഴി ക്രിസ്തുവിൻ്റെ പാതയാണെങ്കിൽ അവിടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലതകളും ഉണ്ടാകും. എന്നാൽ ക്രിസ്തുവിൻ്റെ വഴികളിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കുമ്പോൾ അതൊക്കെയും ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം നമുക്കിടയാകും. ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിൻ്റെ വഴികളിലൂടെ നടക്കേണ്ടതാണ്. അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. വീണ്ടും ഞാനും നിങ്ങളും വസിക്കുന്ന ഇടം ക്രിസ്തുവായി തീരണം. മദർ തെരേസയുടെ വാക്കുകളിൽ മൂന്നാമത് നാം പറയുന്നത് ദ സൈറ്റ് ടു ബി ലിവ്ഡ് ഈസ് ക്രൈസ്റ്റ്. നാം ജീവിക്കുന്ന ഇടം ക്രിസ്തുവാണെന്ന്. എൻ്റെയും നിങ്ങളുടെയും ഭവനങ്ങളുടെ വാതിലുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ക്രിസ്തു ഈ വീടിൻ്റെ നാഥൻ. ക്രിസ്തു ശരിക്കും നമ്മുടെ വീടിൻ്റെ ഭവനത്തിൻ്റെ നാഥനാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന്. ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുവെന്നും പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അനുദിന ജീവിതത്തിൽ അനുനിമിഷം നാം ഓർക്കേണ്ടത്, ക്രിസ്തു വസിക്കുന്ന മന്ദിരമാണ് ഞാൻ, ക്രിസ്തു വസിക്കുന്ന ഇടമാണ് ഞാൻ. ക്രിസ്തു വസിക്കുന്ന ഇടത്തെ
ഏതെല്ലാം തരത്തിലുള്ള തിന്മകളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് നമ്മോട് തന്നെ ചോദിക്കുവാനിടയാകണം. അനുദിന ജീവിതത്തിൽ പലതരത്തിലുള്ള തിന്മകളുടെയും പാപങ്ങളുടെയും വഴികളിലൂടെ ഞാനും നിങ്ങൾ നടന്നു പോകുമ്പോൾ നാം ഓർക്കുക, എന്നിൽ ക്രിസ്തു സാന്നിധ്യമുണ്ട്, എന്നിൽ ക്രിസ്തു വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനായിരിക്കുന്ന ഇടം ക്രിസ്തുവിൻ്റെ ഇടമാക്കി രൂപപ്പെടുത്തേണ്ട, മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം എൻ്റേതാണ്. നമ്മുടെ ഭവനങ്ങൾ ക്രിസ്തു സാന്നിധ്യമായി മാറണമെങ്കിൽ അവിടെ നിന്ന് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥന ഉയരണം. നമുക്കറിയാം, ഇന്ന് കുടുംബ ജീവിതങ്ങളിൽ കലഹങ്ങൾ വർദ്ധിക്കുന്നു, ഡൈവോഴ്സുകൾ വർദ്ധിക്കുന്നു എന്നെല്ലാവരും പരാതിപ്പെടാറുണ്ട്, പറയാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. അതിന് പരിഹാരം എന്താണ്? നമ്മുടെ പഴയ കാലങ്ങളിലുള്ള നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ ഇന്നത്തേതിനേക്കാൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ പല സാഹചര്യങ്ങളുമുണ്ട്. നമുക്കറിയാം, കുടുംബജീവിതത്തിൽ പഴയ കാലങ്ങളിൽ കുടുംബം ഒന്നിച്ച് കാർഷിക അനുഭവങ്ങളിലൂടെ ജീവിച്ചിരുന്ന കുടുംബങ്ങളാണ്. മാതാപിതാക്കന്മാരും മക്കളും എല്ലാം ഒന്നിച്ചിറങ്ങി കാർഷിക വൃത്തിയിലൂടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്ന് ഇന്നത്തേതിനേക്കാൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഓരോ കുടുംബത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുവാൻ അവർക്ക് നിഷ്പ്രയാസം കഴിഞ്ഞിരുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കൃത്യമായി ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം അവസരവും സമയവും ഉണ്ടായിരുന്നതുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിഞ്ഞിരുന്നു. ഇന്ന് നമുക്കതിന് സമയമില്ലാത്തതുകൊണ്ട് പ്രതിസന്ധികൾ വർദ്ധിക്കുക. ഞാൻ മലയോര പ്രദേശത്തുള്ള ഒരു ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു ചെന്ന അവസരത്തിൽ അവിടെ ആയിരുന്ന സമയത്ത് അതിനടുത്തുള്ള സ്ഥലത്തു നിന്നൊരു, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉപദേശി, ഒരു ആത്മായ സുവിശേഷ പ്രവർത്തകൻ എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹം അവിടെ വന്നിട്ട് എന്നോട് കുറേ സമയം സംസാരിച്ചു, പള്ളിയുടെ പാഴ്സനേജിലിരുന്ന്. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ പ്രദേശത്തുള്ള ഓർത്തഡോക്സ്, കത്തോലിക്ക, മാർത്തോമ ദേവാലയങ്ങളിലെ ഇടവകങ്ങളുടെ ഭവനങ്ങൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി. എനിക്ക് ഒരു വൈദിക ശുശ്രൂഷയുടെ ആരംഭ നാളുകൾ എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിൽ ഇത് എന്തായി തീരുമെന്നുള്ള ഒരു ചിന്ത, അതായത് നമ്മുടെ ഭവനങ്ങളിലൊക്കെ മറ്റുള്ളവർ കയറിയാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുമൊക്കെ ചിന്തിച്ചു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പരിചയപ്പെടാനായിട്ട് സംസാരിച്ചു. അദ്ദേഹം തൻ്റെ ഇടവകയും ഒക്കെ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ്റെ ശുശ്രൂഷാ നാളുകളിലും അച്ഛൻ എന്നെ അനുവദിക്കണം, അച്ഛൻ്റെ ദേവാലയത്തിലെ ഭവനങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടി എന്നോട് അനുവാദം ചോദിക്കാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ വീടുകളിലൊക്കെ ചെന്നാൽ എന്താ പ്രാർത്ഥിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അച്ഛൻ എഴുന്നേക്കാൻ പറഞ്ഞു. ആ സുവിശേഷ പ്രവർത്തകൻ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു, എന്നോടും പറഞ്ഞ് എഴുന്നേൽക്കാൻ. ഞാനും എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം പ്രാർത്ഥന ആരംഭിച്ചു. അദ്ദേഹം ഞാനായിരിക്കുന്ന ദേവാലയത്തെയും അതിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും അതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കന്മാരെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയുടെ അവസാനം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ചൊല്ലിയ പ്രാർത്ഥന എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ അലയടിക്കുകയാണ്. ദൈവമേ, അടിയൻ ഇവിടെ നിന്ന് വിട്ടുപോകുന്നു, എന്നാൽ അടിയൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം നിന്റെ സന്നിധിയിൽ അലയടിച്ചിട്ട് എന്നാളും ഈ അച്ഛനെയും ഈ ഇടവയെയും അനുഗ്രഹിക്കണമേ. എനിക്ക് അതിലൊരു വലിയ ദൈവശാസ്ത്രമുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കബറിടത്തിൽ ഞാനും നിങ്ങളും വന്ന് പ്രാർത്ഥിക്കുമ്പം ഇവിടെ നമുക്ക് മുമ്പ് പ്രാർത്ഥിച്ച ഒരു പുണ്യവാന്റെ സാന്നിധ്യം ഞാനും നിങ്ങളും തിരിച്ചറിയാം. ആ പ്രാർത്ഥനയുടെ ശബ്ദം ഈ അന്തരീക്ഷത്തിൽ അലയടിക്കുക. ആ പ്രാർത്ഥനയുടെ ശബ്ദം അലയടിക്കുമ്പോൾ ആ പുണ്യവാന്റെ മധ്യസ്ഥതയിൽ വന്ന് ഞാനും നിങ്ങളും അഭയം തേടുമ്പോൾ നമുക്ക് വേണ്ടി ആ പ്രാർത്ഥനാ ശബ്ദം ഇങ്ങനെ ദൈവസന്നിധിയിൽ നിരന്തരമായി അലയടിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ആത്മായ സുവിശേഷൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ ചെയ്തത്. സഭയുടെ ദൈവശാസ്ത്രത്തിൻ്റെ ആഴമാണ് അവിടെ നാം കാണുന്നത്. ഞാനും നിങ്ങളും രാവിലെയും വൈകിട്ടും കൃത്യമായി പ്രാർത്ഥിക്കുമ്പോൾ കുടുംബങ്ങളിൽ ആ പ്രാർത്ഥനയുടെ ശബ്ദം അലയടിക്കുക. ആ ശബ്ദത്തിൻ്റെ ഓളങ്ങൾ ആ മണ്ണിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിരന്തരം നമുക്ക് വേണ്ടി അപേക്ഷിക്കുക. ഈ പുണ്യവാന്മാരുടെയും പരിശുദ്ധന്മാരുടെയും ഒക്കെ കബറിടത്തിൽ ഞാനും നിങ്ങളും വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് മലയടിക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കുടുംബ പ്രശ്നങ്ങളും മറ്റു പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും ഞാനും നിങ്ങളും കടന്നു പോകുന്നുവെങ്കിൽ അവിടെ ഓർക്കുക, പരിഹാരം ഒന്നേ ഉള്ളൂ.
നാം വസിക്കുന്ന ഇടം ക്രിസ്തുവാണെന്നുള്ള ബോധ്യത്തോടുകൂടി ക്രിസ്തുവിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിയണം. പ്രാർത്ഥനയുടെ ശബ്ദം ദൈവസന്നിധിയിൽ അലയടിക്കുമ്പോൾ, നിരന്തരമായ പ്രാർത്ഥന നമ്മിൽ നിന്ന് ഉയരുമ്പോൾ, ആ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് അവിടെ നിന്നുള്ള അനുഗ്രഹങ്ങൾ ധാരാളമായി ഒഴുക്കിത്തരുമെന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് നാം ജീവിക്കുന്ന ഇടം ക്രിസ്തുവാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ നാം ഓർക്കപ്പെടേണ്ടത് ഇതാണ്: ഞാൻ ക്രിസ്തുവിലാണ് ആയിരിക്കുന്നത്. ക്രിസ്തുവിൽ ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ യേശു എനിക്ക് ഇടയാക്കും എന്നുള്ള ഒരു ബോധ്യമാണ് നമ്മെ ഭരിക്കേണ്ടത്. നമുക്ക് ചേർന്ന് പാടാം. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. അനുദിനം നീ പണി നിൻ വചനം ധ്യാനി ദൈവമതായി കൂരിരുളെ താഴ്വരയിൽ തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളുവാൻ അധികം ശ്രദ്ധിപ്പീനെന്നുള്ള തിരുവചനം നമ്മുടെ ധ്യാനത്തിലായിരിക്കുമ്പോൾ നാം കണ്ടത് ക്രിസ്തു ശിഷ്യന്മാരായി എന്നെയും നിങ്ങളെയും ഈ ലോക ജീവിതത്തിൽ വിളിച്ച് നിയോഗിച്ചിരിക്കുകയാണ്. ക്രിസ്തു ശിഷ്യന്മാർ എന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം ഗുരുവായ ക്രിസ്തുവിനെ കുറിച്ച് ലോകത്തോട് ജീവിതം കൊണ്ടും വചനം കൊണ്ടും സംസാരിക്കുവാൻ വേണ്ടിയാണ്. ആ ഒരു ഉത്തരവാദിത്വം പരിശുദ്ധ സഭയിലൂടെയും നമ്മിലൂടെയും നിറവേറ്റപ്പെടണം. രണ്ടാമതായി, ക്രിസ്തുവിൻ്റെ വഴികളിലൂടെ നടക്കുവാൻ തക്കവണ്ണം നിയോഗം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്രകൾ ക്രിസ്തുവിലൂടെ ആകണം. ക്രിസ്തുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ തക്കവണ്ണം യേശു നമ്മെ ഉള്ളം കയ്യിൽ താങ്ങിക്കൊള്ളും. വീണ്ടും നാം കണ്ടത്, ഞാനും നിങ്ങളും വസിക്കുന്ന ഇടം ക്രിസ്തുവായി തീരണം. നാം വസിക്കുന്ന ഇടം ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് എങ്കിൽ അവിടെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുടെ അലയടികൾ നമുക്ക് വേണ്ടി നിരന്തരം അപേക്ഷകൾ സമർപ്പിക്കും എന്നുള്ളതാണ് നാം കണ്ടത്. വീണ്ടും ക്രിസ്തു ശിഷ്യന്മാരായി എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് ലോകത്തിന് പ്രകാശമായിരിക്കാൻ തക്കവണ്ണമാണ്. യേശു തമ്പുരാൻ തന്നെ പിൻപറ്റുന്നവരോട് അറിയിക്കുക, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം. തൻ്റെ ഗിരിപ്രഭാഷണ സന്ദർഭത്തിൽ അനേകം ആളുകൾ തൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം അടുത്തു വരികയാണ്. അവരെല്ലാവരും ഈ ക്രിസ്തുവിൻ
ഒരു ദിവ്യമായ പ്രകാശം കാണുക. യേശു തമ്പുരാൻ തന്നെക്കുറിച്ച് തന്നെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് അരുളി ചെയ്ത യേശു തമ്പുരാൻ അവനെ പിൻപറ്റുന്നവരായ നമ്മോട് അറിയിക്കുക, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഈ ലോകത്ത് ക്രിസ്തുവിൻ്റെ വെളിച്ചമായിരിക്കാൻ തക്കവണ്ണം എന്നെയും നിങ്ങളെയും നിയോഗിച്ചിരിക്കുക. യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് മുമ്പ് സക്കറിയ പുരോഹിതന്റെ പാട്ടിൽ സക്കറിയ പുരോഹിതൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന സന്ദർഭത്തിൽ അവിടെ നാം കാണുന്നുണ്ട്, ഉയരത്തിൽ നിന്നുള്ള ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നുവെന്ന്. ക്രിസ്തുവിൻ്റെ ജനനം ലോകത്തിനൊരു പുതിയ പ്രകാശമായിരുന്നു. ലോകം മുഴുവൻ ആ പ്രകാശം കണ്ടുകൊണ്ട് അവനിലേക്ക് അടുത്തു വരികയായിരുന്നു. അങ്ങനെയാണ് ലോകത്ത് ക്രിസ്തു വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചത്. അനേകം ആളുകൾ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിലേക്ക് വന്നത്. ക്രിസ്തുവിനെ അടുത്തറിഞ്ഞ ക്രിസ്തു ശിഷ്യന്മാർ, അവനെ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തു ശിഷ്യന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയി അവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരും ക്രിസ്തു ശിഷ്യന്മാരിലൂടെ ആ പ്രകാശം കാണുകയാണ്. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിൻ്റെ മാറിടത്തിൽ തൻ്റെ കരങ്ങളെ നീട്ടിക്കൊണ്ട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന് വിശ്വാസം ഏറ്റുപറഞ്ഞ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഭാരത മണ്ണിലേക്ക് വന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അനേകം ആളുകൾ അവനിലേക്ക് അടുത്തു വരുന്ന അനുഭവം നാം കാണുകയാണ്. അങ്ങനെ ക്രിസ്തു ശിഷ്യന്മാർ കടന്നു ചെന്ന സ്ഥലങ്ങളിലൊക്കെയും അനേകം ആളുകൾ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിലേക്ക് അടുത്തു വരികയാണ്. യെശയ്യാ പ്രവചനത്തിൽ ദൈവം തമ്പുരാൻ പ്രവാചകനോട് അരുളി ചെയ്യുന്നുണ്ട്, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, അന്ധകാര ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ പ്രകാശിക്കുമെന്ന് പ്രവാചകനിലൂടെ അരുളി ചെയ്യുക. യേശു തമ്പുരാൻ ക്രിസ്തു വിശ്വാസികളായ എന്നിലൂടെയും നിങ്ങളിലൂടെയും പ്രകാശിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുക്കുമെങ്കിൽ ഈ ലോകത്ത് എൻ്റെയും നിങ്ങളുടെയും സാന്നിധ്യം ക്രിസ്തുവിൻ്റെ പ്രകാശമായി മറ്റുള്ളവർ തിരിച്ചറിയും. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതം ക്രിസ്തുവിൻ്റെ പ്രകാശമായി തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അനേകം ആളുകൾ ഈ പുണ്യവാന്റെ കബറിടത്തിലേക്ക് വരുന്നത്. നമുക്കറിയാം, പരിശുദ്ധനായ പരിമല തിരുമേനി ജീവനോടിരുന്ന ആളുകളിൽ ആ പുണ്യപിതാവിൻ്റെ അടുക്കൽ ഒന്ന് കാണുവാൻ, അദ്ദേഹത്തിൻ്റെ കരങ്ങളെ തൊട്ടെന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ശരണപ്പെടുവാൻ തക്കവണ്ണം അനേകം ആളുകൾ കടന്നു വന്ന് ആ പ്രകാശം തിരിച്ചറിയുകയും അനുഭവിക്കുകയും ചെയ്യുക. പരിമല തിരുമേനിയുടെ അടുക്കലേക്ക് കടന്നു വന്നവർക്കൊക്കെ ഭൗതികവും ആത്മീയവുമായ ശമനം ലഭ്യമാകത്തക്ക രീതിയിൽ ആ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ലഭ്യമാകുകയാണ്. നമ്മൾ അടുത്ത ആഴ്ച ഫെബ്രുവരി മാസം 2-ാം തീയതി ഓർമ്മ കഴിക്കുന്ന ഒരു പുണ്യപിതാവുണ്ട്, പരിശുദ്ധനായ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനി. നമ്മുടെ സഭയിലെ ഒരു പുരാതനമായ മൂക്കഞ്ചേരിൽ കുടുംബത്തിൽ ജനിച്ച ആ പുണ്യപിതാവ് തൻ്റെ കുടുംബപ്പേരും തൻ്റെ സ്ഥാനവും ജോലിയും ഒക്കെ നഷ്ടപ്പെടുത്തി ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി. ആ പിതാവിൻ്റെ ശുശ്രൂഷ അനേകം ആളുകൾ തിരിച്ചറിയുക, സമൂഹം മാറ്റി നിർത്തപ്പെട്ട, സമൂഹം അയിത്തം കൽപ്പിച്ചിരുന്ന സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പാവങ്ങളുടെ കുടിലുകളിലേക്ക് കയറിച്ചേർന്ന് ക്രിസ്തുവിൻ്റെ പ്രകാശമായി തീർന്ന ഒരു പുണ്യപിതാവ. ഭക്ഷണവും വസ്ത്രവും ആ പാവങ്ങളിലേക്ക് പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞ ഒരു പുണ്യപിതാവാണ് പരിശുദ്ധനായ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനി. അദ്ദേഹത്തെ ഒരുപക്ഷെ വേണ്ട തരത്തിൽ ഇന്ന് സഭ ഓർക്കുന്നില്ല എന്നുള്ള ഒരു വേദനയാണ് പലപ്പോഴും മനസ്സിൽ നിറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിലെ കുറിച്ച് നമ്മളാരും ശ്രദ്ധിക്കാറില്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. അനേകം ആളുകൾ ആ പുണ്യപിതാവിൻ്റെ സാമീപ്യം കൊണ്ട് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ ഖബറിടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 27,000-ത്തിലധികം കുടുംബം ആ പുണ്യപിതാവിൻ്റെ ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകുക. നാം ഒന്ന് ഓർക്കുക, ക്രിസ്തു സാന്നിധ്യമായി ക്രിസ്തുവിൻ്റെ പ്രകാശമായി ഇവിടെ ജീവിച്ചത് കൊണ്ടാണ് ആ പിതാവിലൂടെ അനേകം ആളുകൾ ക്രിസ്തുവിനെ അറിയുന്നത്. നമ്മുടെ പിതാക്കന്മാരിലൂടെ അനേകം ആളുകൾ ക്രിസ്തുവിനെ അറിയുന്നത്. ഞാൻ മൈലപ്രായിൽ ജീവിക്കുന്നയാളാണ്. മൈലപ്രായിലെ അഭിമന്യ മാത്യൂസ് റമ്പാച്ചൻ്റെ ആശ്രമത്തിലെ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ ആ പള്ളിയോടും ആശ്രമത്തോടും ചേർന്ന് ബാല്യകാലം മുതൽ, ജനനം മുതൽ തന്നെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. എൻ്റെ ബാല്യകാലത്തൊക്കെ ഞാൻ കണ്ടു അനേകം ആളുകൾ
അഭിമന്യ മാത്യൂസ് റമ്പാച്ചൻ ജീവനോടിരിക്കുന്ന ആളുകളിൽ, അദ്ദേഹം മരിച്ചിട്ട് ഇന്ന് 25 വർഷം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്ന് പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥനയിൽ അഭയം തേടുവാൻ അനേകം ആളുകൾ വരുമായിരുന്നു. വരുന്നവരോട് അദ്ദേഹം ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: വല്ലതും കഴിച്ചിരുന്നു? കഴിച്ചില്ലെങ്കിൽ അവർക്ക്, കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്ത് ഭൗതികമായി വിശപ്പടക്കിയതിന് ശേഷം മാത്രമേ അവരോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയുള്ളായിരുന്നു. മൗനത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോയ ഒരു പിതാവാണ് അഭിമന്യ മാത്യൂസ് റമ്പാച്ചൻ. അങ്ങനെ ആ പുണ്യപിതാവിൻ്റെ ജീവിത നാളുകളിൽ നേരിട്ട് കാണാൻ കഴിഞ്ഞ അനേകം ആളുകൾ ആ ജാതിയും മതവും യാതൊരു വ്യത്യാസവുമില്ലാതെ ആ പിതാവിൻ്റെ അനുഗ്രഹം തേടി അവിടെ എത്തുന്നത് ഇന്നും ആ കബറിടത്തിൽ അനേകം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഇത് സൂചിപ്പിച്ചത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്, അത് കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ലോകത്തായിരിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ആയിരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിലേക്ക് അനേകം ആളുകൾ ആ പ്രകാശം തിരിച്ചറിഞ്ഞുകൊണ്ട് കടന്നു വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ക്രിസ്തു ശിഷ്യന്മാരായ എൻ്റെയും നിങ്ങളുടെയും സാന്നിധ്യം ക്രിസ്തുവിൻ്റെ പ്രകാശമായി, സാന്നിധ്യമായി ലോകം തിരിച്ചറിയണം. മദർ തെരേസയുടെ ശുശ്രൂഷയിൽ നാം കാണുകയാണ്. മദർ തെരേസ തെരുവിൽ പാവങ്ങളായി തെരുവിൽ വീണ് കിടക്കുന്ന കുഞ്ഞുങ്ങളെ ചെളിക്കുണ്ടിൽ നിന്ന് വലിച്ചു കയറ്റി കുളിപ്പിച്ച് അവരുടെ മുറിവുകളെ വെച്ച് കെട്ടി ഭക്ഷണവും വസ്ത്രവും ഒക്കെ നൽകി അവർക്കൊരു പുതിയ ജീവന്റെ അനുഭവം നൽകി. അമ്മ പാവങ്ങളുടെ അമ്മയായി ലോകം മുഴുവൻ ആദരിക്കപ്പെടുക. വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടാലും ഇല്ലെങ്കിലും അതിനേക്കാളൊക്കെ ഉപരിയായി മനുഷ്യ മനസ്സുകളിൽ ജീവിക്കുവാൻ കഴിഞ്ഞു. ക്രിസ്തു പ്രകാശമായി മനുഷ്യ മനസ്സുകളിൽ ജീവിക്കുവാൻ കഴിഞ്ഞ ഒരു അമ്മയാണ് മദർ തെരേസ. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ദ ലൈറ്റ് ടു ബി ലൈറ്റഡ് ഈസ് ക്രൈസ്റ്റ്. പ്രകാശിപ്പിക്കപ്പെടേണ്ട ദീപം ക്രിസ്തുവാണ്. എന്നിലും നിങ്ങളിലും ക്രിസ്തുവാകുന്ന ദീപം തെളിയുന്നുവെങ്കിൽ, ക്രിസ്തുവാകുന്ന ദീപം പ്രകാശിക്കുന്നുവെങ്കിൽ അനേകം ആളുകൾ ക്രിസ്തുവിലേക്ക് നമ്മിലൂടെ ആകർഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുമെന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം റാന്തവിളക്കുമേന്തിയാണ് പാവപ്പെട്ടവന്റെ കുടിലുകളിലേക്ക് കടന്നു ചെന്നിരുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചിരുന്ന റാന്തവിളക്കിനെ കുറിച്ച് വായിക്കുമ്പോൾ ഞാൻ ഓർക്കും, മറ്റൊന്നുമല്ല റാന്തവിളക്ക്, ക്രിസ്തുവാകുന്ന പ്രകാശമാണ് അദ്ദേഹം റാന്തവിളക്കായി കൈകളിൽ ഏന്തിയത്. ആ പ്രകാശത്തിലേക്കാണ് അനേകം ആളുകൾ കടന്നു വന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ക്രിസ്തു സാന്നിധ്യമുള്ളതായി തീരുന്നുവെങ്കിൽ, ക്രിസ്തുവിൻ്റെ പ്രകാശമായി തീരുന്നുവെങ്കിൽ അനേകം ആളുകൾ ഈ ക്രിസ്തു പ്രകാശത്തിലേക്കും ക്രിസ്തു സ്നേഹത്തിലേക്കും കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാകുമെന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. ക്രിസ്തു വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ സ്നേഹമായി ലോകത്തിന് അറിയുവാൻ തക്കവണ്ണം കഴിയണം. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനത്തിൻ്റെ ആദ്യ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു എന്നാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. അവർ തൊട്ടറിഞ്ഞത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. യോഹന്നാൻ ശ്ലീഹ അതുകൊണ്ട് പറയുക, ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹമാകുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞ അപ്പോസ്തലന്മാരാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവെക്കുന്നത്. ക്രിസ്തീയ വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ ഒന്നാമത്തേതും അവസാനത്തേതുമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ലോകത്തിന് ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവെക്കുക എന്നുള്ളതാണ്. യേശു തമ്പുരാൻ തന്നെ സ്വയം പറയുന്നുണ്ട്, ഞാൻ സ്നേഹമാകുന്നു. സ്നേഹമാകുന്ന യേശു ആരാണെന്ന് തിരിച്ചറിയുവാൻ ക്രിസ്തു ശിഷ്യരായ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞെങ്കിൽ മാത്രമേ സ്നേഹമാകുന്ന യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. ആ സ്നേഹത്തെ പങ്കുവെക്കുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. ഈ പിതാക്കന്മാരൊക്കെ ക്രിസ്തുവിനെ പങ്കുവെച്ചത് സ്നേഹത്തിലൂടെയാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്തോട് പങ്കുവെക്കുക, സഹോദരങ്ങളോട് പങ്കുവെക്കുക, ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രകൃതിയോട് പങ്കുവെക്കുക, ക്രിസ്തുവിൻ്റെ സ്നേഹം ജീവജാലങ്ങളോട് പങ്കുവെക്കുക. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം നാം ആയിരിക്കുന്ന എല്ലായിടത്തും പങ്കുവെക്കുവാൻ കഴിയുന്നെങ്കിൽ മാത്രമേ യേശു തമ്പുരാൻ, ദൈവം തമ്പുരാൻ പണിത് നൽകിയ ഏദൻ തോട്ടത്തിന് സമമായി നമ്മുടെ കുടുംബവും ജീവിതവും ഒക്കെ ആയിത്തീരുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവെക്കുവാൻ കഴിയാത്തിടത്താണ് ഡൈവോഴ്സ് ഉണ്ടാകുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവെക്കുവാൻ കഴിയാത്തിടത്താണ് അക്രമം ഉണ്ടാകുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവെക്കുവാൻ കഴിയാത്തിടത്താണ് ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നത്.
ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവെക്കാൻ കഴിയാത്തിടത്താണ് രോഗത്തിൻ്റെ കാഠിന്യം തിരിച്ചറിയുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ കഴിയാത്തിടത്താണ് മാനസികമായ ക്ലേശങ്ങൾ ഞാനും നിങ്ങളും അനുഭവിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹമായി തീരുവാൻ തക്കവണ്ണം എന്നെയും നിങ്ങളെയും ഈ ലോകത്തെ ക്രിസ്തു ശിഷ്യന്മാരായി വിളിച്ചിരിക്കുന്നു. സ്നേഹമാകുന്ന യേശുവിനെ എനിക്ക് നിങ്ങൾക്കും കാണുവാൻ കഴിയുന്നുവെങ്കിൽ, അവനെ തിരിച്ചറിയുവാൻ കഴിയുന്നുവെങ്കിൽ, അവൻ്റെ സ്നേഹം ലോകത്തിന് പങ്കുവയ്ക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്നുവെങ്കിൽ, ഞാനും നിങ്ങളും ആ സ്നേഹത്തിലായിരുന്നു കൊണ്ട് ക്രിസ്തു സാന്നിധ്യം ലോകത്ത് പങ്കുവയ്ക്കുന്നവരായി തീരും. അങ്ങനെ ക്രിസ്തു ശിഷ്യന്മാർ എന്നുള്ള പേരിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് എനിക്ക് നിങ്ങൾക്ക് ഉയരുവാൻ കഴിയും. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണ് പാനും നാദാ, എന്നെ നിനക്കു സുഗന്ധമതാ, ആത്മശരീര മനസ്സുകളാം എന്നോട് തിരുമുൽ കാഴ്ചകളെ സുധാശ്വാസപ്രദനേ അൻപോടു കൈക്കൊണ്ടേട. സ്നേഹമാകുന്ന യേശു തമ്പുരാനെ, നിന്റെ ദിവ്യ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ അങ്ങയുടെ കുരിശിൻ്റെ സന്നിധിയിൽ ഈ വെള്ളിയാഴ്ച കൂടി ആയിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ഒരുക്കിയ കൃപകൾക്കായ സ്തോത്രം അർപ്പിക്കുന്നു. ഞങ്ങൾ ആരാണ്? ഞങ്ങളുടെ ജീവിതം എന്താണ്? ഞങ്ങളുടെ ജീവിതയാത്ര എങ്ങോട്ടാണ് എന്നുള്ള തിരിച്ചറിവ് അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരണമേ. യേശുവേ, നിന്നെക്കുറിച്ച് ലോകത്തോട് അറിയിക്കുവാൻ വേണ്ടി, നിന്റെ വചനം ലോകത്തോട് അറിയിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ക്രിസ്തു ശിഷ്യന്മാരാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലം, ഞങ്ങളുടെ ദേവാലയമായിരിക്കുന്ന സ്ഥലം, ഞങ്ങൾ കടന്നു ചെല്ലുന്ന സ്ഥലമൊക്കെയും ദൈവമേ നിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകണമേ. ദൈവമേ, നിന്റെ വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങളെന്ന് തിരിച്ചറിയുന്നു. നിന്റെ വഴിയിൽ നിന്ന് മാറി നടക്കുന്ന അനുഭവങ്ങൾ നിന്റെ വഴിയിലേക്ക് വീണ്ടും നാഥാ ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ. ദൈവമേ, നിന്നിൽ വസിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നിന്റെ ഭവനത്തിൽ നിന്ന്, നിന്നിൽ നിന്ന് മാറി ഞങ്ങളുടേതായ ആഗ്രഹങ്ങളെ പൂരിപ്പിക്കുവാനായി പല സ്ഥലങ്ങളിലും മാറി താമസിച്ചിട്ടുണ്ട്, മാറി വസിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. നിന്നെ ഞങ്ങളുടെ വാസസ്ഥലങ്ങളാക്കി തീർക്കുവാനും നിന്നിൽ വസിക്കുവാനും നാഥാ ഞങ്ങളെ ഒരുക്കുമാറാകണമേ. ദൈവമേ, നീ പ്രകാശമാണ്. പ്രകാശമാകുന്ന നിന്റെ ശിഷ്യന്മാരായി ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ പ്രകാശം ലോകത്തിന് പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതം ലോകത്തിന് നിന്റെ പ്രകാശം പങ്കുവയ്ക്കുന്നതായി തീരുവാൻ തക്കവണ്ണം ഇടയാകണമേ. ദൈവമേ, അവിടുന്ന് സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ ക്രിസ്തു ശിഷ്യന്മാരായി ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് അന്ധകാരവും തിന്മയും പാപവും നിറഞ്ഞ ലോകത്ത് നിന്റെ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ദൈവിക പ്രകാശമായി തീരുവാൻ വേണ്ടിയാണെന്നുള്ള ബോധ്യം ഞങ്ങൾ നൽകണമേ. അതാ ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ നിന്റെ വകയാകുന്നു. നിന്റെ വഴികളിലൂടെ നടപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ. നിന്റെ സ്നേഹത്തിലായിരിക്കാൻ തക്കവണ്ണം തുറന്ന മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, ഞങ്ങളെ അവിടുന്ന് നിന്നിലായി സമ്പൂർണമായി തീരുവാൻ തക്കവണ്ണം നിന്റെ കാൽവറി യാഗത്തിന് അനുരൂപമായ യാഗമായി ഞങ്ങളെ തന്നെ സമർപ്പിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ എല്ലാവരെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹവും സമാധാനവും സ്വർഗീയ അനുഭവം പങ്കുവയ്ക്കുന്ന കുടുംബങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങളായി തീരണമേ. രോഗികൾ, ദുഃഖിതർ, പലതരത്തിലുള്ള പ്രയാസങ്ങളിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ പുണ്യവാന്റെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഞങ്ങൾ തിരുസന്നിധിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നു. ദൈവമേ, പരിശുദ്ധ പുണ്യവാന്റെ പ്രാർത്ഥന നിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയുടെ അലയടികൾ ഉയർന്ന് ഈ ഇവിടെ ഖബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ധാരാളമായ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ അവിടെ നൽകുമാറാകണമേ. ഞങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി നിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങളെ നിൻ്റേതാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും ഇപ്പോഴും എപ്പോഴും നാളെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.